ട്രംപിനെയും മസ്കിനെയും നിരീക്ഷിക്കാൻ ചൈനയുടെ ചാരവനിത. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ബീജിംഗ് സന്ദർശനത്തിനിടെ വിദേശ പ്രതിനിധികളെയും പ്രമുഖ സാങ്കേതിക വിദ്യാ മേധാവികളെയും നിരീക്ഷിക്കാൻ ചൈന ചാരന്മാരെ നിയോഗിച്ചെന്ന് ആരോപണം. ബീജിംഗിൽ നടന്ന ഔദ്യോഗിക വിരുന്നിൽ ശതകോടീശ്വരൻ ഇലോൺ മസ്കിന് തൊട്ടുപിന്നിൽ നിന്ന ഒരു വെയ്ഡ്രസ് ചൈനീസ് സൈന്യത്തിലെ ഉന്നത പദവിയുള്ള ഒരു സജീവ ഉദ്യോഗസ്ഥയാണെന്ന് സോഷ്യൽ മീഡിയ പോസ്റ്റിൽ സെങ് ആരോപിച്ചു. ഇതാദ്യമായല്ല ചൈനയ്ക്കെതിരെ സെങ് ഇത്തരമൊരു ചാരവൃത്തി ആരോപണം ഉന്നയിക്കുന്നത്. 2023 കാനഡയിൽ ഖാലിസ്ഥാൻ ഭീകരൻ ഹർദീപ് സിംഗ് നിജാറിന്റെ കൊലപാതകത്തിന് പിന്നിൽ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പങ്കുണ്ടെന്ന് ആരോപിക്കുന്നുണ്ട്. ഇന്ത്യയും പാശ്ചാത്യ രാജ്യങ്ങളും തമ്മിൽ ഭിന്നതയുണ്ടാക്കി ഇന്ത്യയെ കുടുക്കുക എന്നതായിരുന്നു ചൈനയുടെ ലക്ഷ്യമെന്നാണ് അന്ന് അവർ അവകാശപ്പെട്ടത്. പ്രസിഡന്റ് ട്രംപിനെ ആദരിക്കുന്നതിനായി സംഘടിപ്പിച്ച വിരുന്നിൽ നിന്നുള്ള 2 വനിതാ വെയിറ്റർമാരുടെ ചിത്രം പങ്കുവച്ചുകൊണ്ടാണ് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായ സെങ് ആരോപണം ഉന്നയിച്ചത്. ഈ സ്ത്രീകളുടെ യൂണിഫോമിലുള്ള ചിത്രങ്ങൾ ചൈനീസ് സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ടെന്നും അവർ അവകാശപ്പെട്ടു. വിസ്ഫോടനാത്മകം, അവർ ആരാണെന്ന് ഞങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു. ട്രംപിനെ ആദരിക്കുന്ന വിരുന്നിൽ ഇലോൺ മസ്കിന് സമീപം നിന്നത് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗവും പീപ്പിൾസ് ലിബറേഷൻ ആർമിയുടെ ഓണർ ഗാർഡ് സെറിമോണിയൽ ബ്രിഗേഡിലെ ബറ്റാലിയൻ കമാൻഡറുമായ ചെങ് ചെങ് ആണ്. ജെനിഫർ എക്സിൽ പങ്കുവച്ച പോസ്റ്റിൽ പറയുന്നു. ജെനിഫർ സെങ്ങിന്റെ ആരോപണത്തിൽ ചൈനീസ് സർക്കാർ ഇതുവരെ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല. എങ്കിലും പാശ്ചാത്യ ലക്ഷ്യങ്ങളെ നിരീക്ഷിക്കാൻ ചൈന ഇത്തരം മാർഗങ്ങൾ ഉപയോഗിക്കാറുള്ളതായി സുരക്ഷാ വിദഗ്ധർ ചൂണ്ടിക്കാട്ടിക്കുന്നുണ്ട്. മുൻപ് കാലിഫോർണിയയിലെ US രാഷ്ട്രീയക്കാരെ ലക്ഷ്യമിട്ട് ചൈനീസ് ചാരവനിതയായ ഫാങ് ഫങ് നടത്തിയ ഹണി ട്രാപ്പ് ഓപ്പറേഷൻ ഇതിനൊരു ഉദാഹരണമാണ്. സമാനമായി സാങ്കേതിക വ്യവസായ മേഖലകളിലും നയതന്ത്ര മേഖലകളിലും ചൈനീസ് ചാരന്മാർ നുഴഞ്ഞു കയറുന്നതിനെക്കുറിച്ച് പാശ്ചാത്യ രഹസ്യാന്വേഷണ ഏജൻസികൾ മുൻപ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. മേജർ ചെങ് മുൻപ് വനിതാ ഓണർ ഗാർഡ് യൂണിറ്റിന്റെ കമാൻഡറായി സേവനമനുഷ്ഠിച്ചു. ഒരു ഫസ്റ്റ് ക്ലാസ് മെറിറ്റ് പ്രശംസ നേടി. കൂടാതെ ദേശീയ മാർച്ച് 8 റെഡ് ബാനർ ഹോൾഡർ എന്ന പദവിയും ലഭിച്ചു. 1986 ഡിസംബറിൽ ഷാൻഡോങ് പ്രവിശ്യയിലെ വെയ്ഫാങ്ങിൽ ജനിച്ച ചെങ് 2004 18 വയസ്സുള്ളപ്പോൾ സൈന്യത്തിൽ ചേർന്നു. പിന്നീട് ബെദൂൺ മിലിറ്ററി മെഡിക്കൽ കോളേജിൽ നഴ്സിംഗ് പഠിക്കാൻ ചേരുന്നതിന് മുൻപ് അവർ ആദ്യം 2nd ആർട്ടിലറി കോർപ്സിൽ കമ്മ്യൂണിക്കേഷൻ സൈനികയായി സേവനമനുഷ്ഠിച്ചു. 2008 പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈന സ്ഥാപിതമായതിന്റെ 60ാം വാർഷികത്തോടനുബന്ധിച്ച് നടന്ന സൈനിക പരേഡിൽ വനിതാ രൂപീകരണത്തെ നയിക്കാൻ അവർ തിരഞ്ഞെടുക്കപ്പെട്ടു. എന്നിരുന്നാലും പരിശീലനത്തിനിടെ 1.8 സെന്റിമീറ്റർ ഉയരം വർദ്ധിച്ചതിനു ശേഷം ഖേദപൂർവ്വം അവരെ ബാക്കപ്പ് അംഗമായി വീണ്ടും നിയമിച്ചു. 2012 PLA ഓണർ ഗാർഡ് സെറിമോണിയൽ ബ്രിഗേഡിലേക്ക് അവരെ തിരഞ്ഞെടുത്തു. 2014 മുതൽ അവർ വനിതാ യൂണിറ്റിന്റെ കമാൻഡറായി സേവനമനുഷ്ഠിച്ചു. 2014 മെയ് 12 ഒരു സംസ്ഥാന നയതന്ത്ര ചടങ്ങിൽ ആദ്യമായി പ്രത്യക്ഷപ്പെട്ടപ്പോഴും പിന്നീട് 2ാം ലോക മഹായുദ്ധത്തിലെ വിജയത്തിന്റെ 70ാം വാർഷികത്തെ അനുസ്മരിക്കുന്ന 2015 സൈനിക പരേഡിലും അവർ നേതൃത്വം നൽകി. ബീജിംഗ് ഗാരിസൺ കമാൻഡിന് കീഴിലുള്ള PLA ഓണർ ഗാർഡ് സെറിമോണിയൽ ബ്രിഗേഡാണ് ചൈനയുടെ ഏറ്റവും ഉയർന്ന തലത്തിലുള്ള സംസ്ഥാന ആചാരപരമായ ചുമതലകൾക്ക് ഉത്തരവാദി. ആദ്യത്തെ വനിതാ യൂണിറ്റ് കമാൻഡറും നിലവിലെ ബറ്റാലിയൻ ലെവൽ ഓഫീസറും എന്ന നിലയിൽ ചെങ് ചൈനീസ് സൈനിക ഓണർ ഗാർഡ് സംവിധാനത്തിൽ സ്ത്രീകൾക്കൊരു നാഴികക്കല്ലാണെന്ന് അതിൽ പറയുന്നു. അതേസമയം സോഷ്യൽ മീഡിയ നെറ്റ്വർക്കുകളിൽ കാഴ്ചക്കാർ വിരുന്നിന്റെ ദൃശ്യങ്ങൾ സൂക്ഷ്മമായി പരിശോധിക്കുന്നു. മസ്ക്, വൈറ്റ് ഹൌസ് ഡെപ്യൂട്ടി ചീഫ് ഓഫ് സ്റ്റാഫ് സ്റ്റീഫൻ മില്ലർ തുടങ്ങിയ US വിശിഷ്ട വ്യക്തികളുടെ പിന്നിൽ നിൽക്കുന്ന 1-ലധികം വെയിറ്റ് സ്റ്റാഫ് അംഗങ്ങളുടെ ഗൗരവമേറിയ ഭാവങ്ങൾ, അസമമായ വസ്ത്രധാരണം, വളരെ ജാഗ്രതയുള്ള ശരീരഭാഷ എന്നിവ ഇന്റർനെറ്റ് ഉപയോക്താക്കൾ ചൂണ്ടിക്കാട്ടി. പല ഉപയോക്താക്കളും ഈ സെർവറുകൾ ആഴത്തിൽ ഉൾച്ചേർത്ത ഇന്റലിജൻസ് ഓപ്പറേറ്റീവുകളോ വയർലെസ് നിരീക്ഷണ ഉപകരണങ്ങൾ വഹിക്കുന്ന പരിശീലനം ലഭിച്ച സുരക്ഷാ ഉദ്യോഗസ്ഥരാണെന്ന് അനുമാനിച്ചു. എന്നിരുന്നാലും ഈ പ്രത്യേക വിരുന്ന അവകാശവാദങ്ങൾക്ക് ഔദ്യോഗിക തെളിവുകളില്ലെങ്കിലും തീവ്രമായ സൂക്ഷ്മ പരിശോധന നന്നായി രേഖപ്പെടുത്തപ്പെട്ട ചരിത്രപരമായ പാറ്റേണുകളുമായി യോജിക്കുന്നുവെന്നും സുരക്ഷാ വിദഗ്ധർ റിപ്പോർട്ടുകളിൽ അഭിപ്രായപ്പെടുന്നു. നയതന്ത്ര പരിപാടികളിൽ വിദേശ രാജ്യങ്ങൾ ഉന്നത മൂല്യമുള്ള ടെക് നേതാക്കൾക്കും രാഷ്ട്രീയ പ്രമുഖർക്കും ചുറ്റും എംബഡഡ് സ്റ്റേറ്റ് ആക്ടർമാരെയും നിരീക്ഷണത്തെയും ഡീപ് കവർ ഉദ്യോഗസ്ഥരെയും പതിവായി ഉപയോഗിക്കുന്നുണ്ടെന്ന് പാശ്ചാത്യ രഹസ്യാന്വേഷണ ഏജൻസികൾ പതിവായി മുന്നറിയിപ്പ് നൽകാറുമുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.